പരീക്ഷയിലെ ഫുൾ എ പ്ലസ് വാങ്ങിക്കുമ്പോൾ ഇതിനേക്കാളും നല്ല സദസ്സിൽ വെച്ച് വളരെ കൃത്യമായിട്ട് ഒരു സദസ്സിൽ നിന്ന് ഒരു ഉപഹാരം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ചെറുതല്ല. സമൂഹത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത്. ഇവിടെ നിന്ന് എന്ത് നൽകപ്പെടുന്നു എന്നുള്ളതല്ല വിഷയം. ഒരു പൊതു സദസ്സിൽ നിന്നും ഒരു അംഗീകാരം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വിലമതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനം എന്നുള്ള രൂപത്തിലും ആ കുട്ടികളെ അടുത്ത വാർഷിക പരീക്ഷയിലും ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കുന്നവരായി മാറ്റണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുമാണ് ഇത്തരം ഒരു ആദരവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും വളരെ കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ രക്ഷകർത്താക്കള്, PTA മെമ്പേഴ്സ്, അതിലുപരി PTA പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരെയും, വിദ്യാർത്ഥികളെയും ഉസ്താദന്മാരെയും ഒറ്റ വാക്കിൽ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ബഹുമാന്യനായ PTA പ്രസിഡന്റ് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ വളരെ കൂടുതൽ നമ്മോടൊപ്പം ചേർന്ന് നിന്ന് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ഇതിന്റെ ഉന്നമനത്തിന് വേണ്ടി വളരെയേറെ പ്രയത്നിക്കുകയും ചെയ്യുന്ന PTA ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അനസ് സാഹിബ് അവറുകളെ ഈ വേദിയുടെ അധ്യക്ഷനായിട്ട് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് പറയുന്നതിന് വേണ്ടി യൂസഫ് ഉസ്താനെ السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العظيم. മോനെ ആ ഖുർആൻ ഒന്നെടുത്തൊന്ന് വായിക്കാൻ പറയുന്നത് പറയാത്ത ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അല്പം ദിക്ർ ചെല്ല് എന്ന് പറയാത്ത ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമസ്കരിക്കുക എന്ന് പറയാത്ത ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ നേട്ടത്തിനെ ആഗ്രഹിക്കുന്ന രക്ഷിതാവാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? എങ്ങനെ വിലയിരുത്താൻ കഴിയും? അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിന്റെ കുളിർമയാണ്. ഖുർറത്തുൽ ഐൻ എന്നല്ലേ നമ്മൾ പറയാ, കണ്ണിന്റെ കുളിർമ. കൺകുളിർമയുള്ള സന്താനങ്ങൾ നൽകണമെന്നല്ലേ നമ്മുടെ പ്രാർത്ഥന. വിശുദ്ധമായ ഖുർആൻ ശരീഫ് ഈ പദത്തിനെ രണ്ട് സ്ഥലങ്ങളിലാണ് ഉപയോഗിച്ചത്. ഒന്ന് സന്താനങ്ങളെ വിവരിക്കാൻ, രണ്ട് സ്വർഗത്തിന്റെ അനുഭവങ്ങൾ വിവരിക്കാൻ. രണ്ട് സ്ഥലങ്ങളിലാണ് ഈ പദം വിശുദ്ധമായ ഖുർആൻ ശരീഫ് ഉപയോഗിച്ചത്.
ഇന്ന് നമുക്കൊക്കെ കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ പഠിച്ച് വലിയൊരു മിടുക്കന്മാരായി മാറി ഒരു ഡോക്ടറായി മാറിയാൽ, അതല്ലെങ്കിൽ ഒരു PG ഉള്ള ഒരു വിദ്യാർത്ഥിയായി മാറിയാൽ, അതല്ലെങ്കിൽ അതുപോലെയുള്ള ഹൈ പൊസിഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു മകളായി അല്ലെങ്കിൽ മകനായി മാറിയാൽ നമുക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും. അവരൊക്കെ ഒന്ന് വിവാഹിതരായി ആ വിവാഹിതരാകുന്ന സമയത്തിൽ തന്റെ മക്കളെ പോലെ അനുയോജ്യരായ അതേ ഗ്രേഡിലുള്ളതായ ഇണകളെ അവർക്ക് കിട്ടുകയും ചെയ്താൽ നമുക്ക് അതിയായ സന്തോഷമായി. പക്ഷേ ഇതാണോ കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത്? വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്ന രണ്ട് സന്താനങ്ങളുണ്ട്. ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും രണ്ടാമത്തേത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാകുന്ന കൻആനും. രണ്ടും രണ്ട് പ്രവാചകന്മാരുടെ മക്കളാണ്. ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണ്. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണ്. ആദം നബിക്ക് ശേഷം ആദ്യമായി റസൂലായിട്ട് നിയോഗിച്ചത് നൂഹ് നബിയാണ്. അത്ര പവറുള്ള പ്രവാചകനാണ്. പക്ഷെ ആ മകനോട് പറഞ്ഞപ്പോ മകൻ അനുസരിച്ചോ? മോനെ, ഇന്ന് രക്ഷപ്പെടാൻ വേറൊരു വഴിയിൽ കപ്പലിൽ കയറാൻ പറഞ്ഞു, കയറിയില്ല. അതേസമയം മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് സ്വപ്ന ദർശനമുണ്ടായി ദൈവഭാഗത്തു നിന്നും, മോനെ അറുക്കണമെന്ന്. മോൻ അഭിപ്രായം എന്താ? സതജിദുനി ഇൻഷാ അല്ലാഹ് സാബിറ, ക്ഷമയുള്ളവനായിട്ട് അങ്ങേ എന്നെ കാണാൻ കഴിയും, പറഞ്ഞതുപോലെ ചെയ്തോളാൻ. രണ്ട് മക്കളെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇതിൽ കൺകുളിർമയുള്ള മകനേതാണ്? കൺകുളിർമയുള്ള മകനേതാണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ കൺകുളിർമയുള്ള സന്താനമായി നമ്മുടെ സന്താനത്തിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായ പരിശ്രമം ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ കൺകുളിർമയുള്ള മക്കളായി മാറത്തില്ല. നമ്മുടെ മക്കൾ കൺകുളിർമയുള്ള മക്കളായി മാറുന്നത് എപ്പോഴും അറിയുമോ? നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവച്ച് നമ്മുടെ ജനാസ കുളിപ്പിക്കുന്ന സമയത്തിൽ അവിടെ കയറി കുളിപ്പിച്ച് അത് കൃത്യമായി കഫൻ ചെയ്ത് ആ ജനാസ ചുമന്നുകൊണ്ടു പോകുന്നതിന് നേതൃത്വം വഹിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് നമസ്കാരമൊക്കെ നിർവഹിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പിതാവിന് വേണ്ടി മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഖബറിൽ കൊണ്ടുപോയി ഇതൊക്കെ എല്ലാവരും അവിടെയും ഇവിടെയും തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കല്ലാഹുവേ, എന്റെ പിതാവിനോട് കരുണ കാണിക്കല്ലാഹുവേ, എന്റെ പിതാവിനെ എന്റെ കാൽപാദത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹുവേ എന്ന തസ്ബീഹിന്റെ വചനമുണ്ടല്ലോ. ആ വചനം കൃത്യമായിട്ട് പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൺകുളിർമയാണെന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. അതിന് നിങ്ങൾ ആ മക്കളെ നേരെ ചുവേ നയിച്ചിട്ടുണ്ടെങ്കിൽ, ആ മക്കളെ അതുപോലെ നിങ്ങൾ നയിച്ചിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമുണ്ട്. എന്തെന്നറിയുമോ? നാളെ പരലോകത്തിൽ എത്തിച്ചേരുമ്പോൾ ചില മനുഷ്യരെ അവരുടെ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് വായിക്കുന്ന സമയത്തിൽ അവരറിയാത്ത നിലയിലുള്ളതായ പ്രതിഫലങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്തിട്ടില്ലാത്തവരാകാം, ഉംറ ചെയ്തിട്ടില്ലാത്തവരാകാം, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ലാത്തവരാകാം. പക്ഷെ ഇതൊക്കെ ചെയ്തതിന്റെ പ്രതിഫലം എവിടെ എഴുതിയിരിക്കുന്നു? അവന്റെ ഏടുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് ഞാനൊന്നും ചെയ്തതല്ലോ എന്ന് അല്ലാഹുവോട് പറയുമ്പോൾ അല്ലാഹു തിരിച്ചു പറയുന്ന വാചകമുണ്ട്, നിന്റെ മക്കള് നിനക്ക് വേണ്ടി ചെയ്ത പൊറുക്കലിനാണ് ഈ അമല് എന്ന് അല്ലാഹു തആല തിരിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ആ നിലയിൽ നിന്റെ മക്കളെ നിനക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് കൺകുളിർമ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ മദ്രസ, ഈ ജമാഅത്ത് മദ്രസ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതിനെയൊക്കെ കൃത്യമായ രൂപത്തിൽ പ്രയോജനപ്പെടുത്തിയെടുക്കണം. ഓരോ ക്ലാസ്സിലും നമുക്ക് ഗ്രൂപ്പുകൾ സജീവമായിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി രക്ഷകർത്താക്കളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മൾ ഓരോ ദിവസവും ഇത് ഖുർആൻ എന്ന് പറയാതെ ഓരോ ദിവസവും അവർക്ക് ഇട്ടു തരുന്നതിനെ കൃത്യമായിട്ട് അവർ പാരായണം ചെയ്ത് കേൾപ്പിക്കണം.
ഉസ്താദ് അങ്ങോട്ട് പറഞ്ഞെങ്കിൽ മാത്രമല്ല, ഓരോ ദിവസവും എന്താണോ പഠിപ്പിക്കുന്നത് അവർ പറഞ്ഞു കേൾപ്പിക്കുക. ഓരോ ക്ലാസിന്റെയും ഗ്രൂപ്പുകളെ സജീവമാക്കുക. അതിൽ കൃത്യമായിട്ട് അവര് പ്രവർത്തിക്കുന്നുണ്ടോ, അങ്ങനെ പറയുന്നുണ്ടോ, അത് ഓരോ രക്ഷകർത്താക്കളും ആ വിഷയം പ്രത്യേകമായി ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമായിട്ട് ആ കുട്ടികളെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇപ്പൊ നൂറാനിക്കായുണ്ട്, UKG മുതലുള്ള കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി. മുതിർന്ന കുട്ടികളിൽ കുറഞ്ഞ വ്യത്യാസങ്ങളുണ്ടെങ്കിലും UKG മുതൽ അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങി. അപ്പൊ UKG വിദ്യാർത്ഥികൾ മുതൽ അവരുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നൂറാനിക്കായുടെ കൃത്യമായിട്ട് ഓരോ ദിവസം ഓരോന്ന് വായിച്ചിട്ട് തരുന്നതിന് വേണ്ടി നമുക്കതിന്റെ തെറ്റുകൾ തിരുത്താൻ കഴിയും. അവരവരുടെ അധ്യാപകർ അതിനെ തിരുത്തി തരും. കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായി നമ്മളത് പരിശ്രമിക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ മക്കൾ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കും. ഒരു വ്യത്യാസം അതിന് വേണ്ട. അപ്പൊ അതിന്റെ ഒരു നടപടിക്രമമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ വിഷയം കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അടുത്ത വാർഷിക പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിച്ച വിദ്യാർത്ഥികൾക്കുള്ള ആദരവാണ് ഈ മജ്‌ലിസിൽ വെച്ച് നൽകപ്പെടാൻ പോകുന്നത്. നമ്മുടെ മദ്രസയിൽ നിന്നും കുറഞ്ഞ വിദ്യാർത്ഥികൾ UKG 1, 2 ക്ലാസ്സിലെ വിദ്യാർത്ഥികളിലാണ് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ വാങ്ങിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുള്ളത്. ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ ഒരു വിഷയത്തിനൊക്കെ നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥികളുണ്ട്. വളരെ തുച്ഛമായ മാർക്കുകൾക്കാണ് അവരുടെ A+ നഷ്ടമായി പോയിരിക്കുന്നത്. അതിനെ നമ്മൾ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ പരിഗണിക്കുന്നത് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ വാങ്ങിച്ചത് നെല്ലിമരുപ്പ് മദ്രസയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തച്ചക്കോട് മദ്രസയിലുണ്ട്. നമ്മുടെ ചാച്ചപ്പുന്ന മദ്രസയിലെ വിദ്യാർത്ഥികളുടെ കൃത്യമായ ഒരു രൂപം നമുക്ക് എടുക്കാൻ ഇതുവരെയും കഴിഞ്ഞില്ല. അവിടുത്തെ ഉസ്താദിന്റെ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വിഷയങ്ങൾ നമുക്കുണ്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല. എത്രത്തോളം അറിയാൻ കഴിഞ്ഞത് ആ കുട്ടികളുടെ പേപ്പറുകൾ ഇതുവരെയും നൽകപ്പെട്ടിട്ടില്ല എന്നാണ്. എവിടെയെന്ന് അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള മദ്രസകളിൽ നിന്നെല്ലാം പ്രതിനിധീകരിച്ച് കുട്ടികളുണ്ട്. അവ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉള്ള അംഗീകാരമാണ് ഇവിടെ വെച്ച് നൽകപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കമ്മിറ്റിയുടെ പ്രതിനിധികളുണ്ട്, ഓരോരുത്തരായിട്ട് ക്ഷണിക്കാം. ഓരോരുത്തരായിട്ട് വന്നത് നൽകപ്പെടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് വളരെ നന്നായിരിക്കും. ഇന്നലെ മദ്രസയിലെ UKG അബ്ദുറഹ്മാൻ ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് PTA പ്രസിഡന്റ് ഇൻഷാ അല്ലാഹ്. മെറിറ്റ് അവാർഡ് 2024 നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ഫഹസിൻ ഇമാം മുഹമ്മദ്. ഫഹസിൻ ഇമാം നെയ്ല ഫാത്തിമ അതുപോലെ ജമാഅത്തിന്റെ ട്രഷറർ ബഹുമാനപ്പെട്ട ഉല്ലാസ് സാഹിബ്. ഇഷ്റ എസ് ഷാനു ഹസ്സ ഫാത്തിമ, ഐസൽ ഫാത്തിമ, ഒന്നാം ക്ലാസിന്റെ ആദരവ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ സാഹിബ് അവരെ ആദരവ് ക്ഷണിക്കുന്നു. സിനാൻ മുഹമ്മദ്, മുഹമ്മദ് നിഹാനിയു, മുഹമ്മദ് റംസാൻ. ഇപ്പൊ നമ്മുടെ PTA പ്രതിനിധി ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബ് അവരെ ആദരവ് ക്ഷണിക്കുന്നു. അൽ ഹാരിസ് ഖാൻ,
മുഹമ്മദ് സാലിഹ്, റംസിയ, റംസിയ, റംസിയ. ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ പ്രതിനിധി ഷിഹാബ് സാഹിബ് അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. റംസിയായിക്കുള്ള കൊടുത്തത് അഷ്റഫ് സാഹിബ് കൊടുക്കുക. റംസി, സഹ്വാന സുമയ്യ, ഹിബ ഫാത്തിമ, ഹിബ ഫാത്തിമ. ഒന്നാം ക്ലാസ് മുഹമ്മദ് ഇൽഹാൻ, രണ്ടാം ക്ലാസ് മുഹമ്മദ് ഇൽഹാൻ. കച്ചത്തോട് മദ്രസയിൽ നിന്ന് ഫുൾ A+ വാങ്ങിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടി പുന്നല മുസ്ലിം ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തങ്ങൾ മജീദ് സാഹിബ് അവരെ ആദരവോടെ ക്ഷണിച്ചു കൊള്ളുന്നു. വേദിയിലേക്ക് എത്തിച്ചേരുക. ആറാം ക്ലാസ് ഷെഫിന, കച്ചത്തോട് മദ്രസ ആറാം ക്ലാസ് ഷെഫിന. അവിടെ നിൽക്കുമോളെ, ഒന്ന് നിൽക്കണേ. മുഹമ്മദ് നൗഫാൻ, ഒന്നാം ക്ലാസ് മുഹമ്മദ് നൗഫാൻ. മുഹമ്മദ് റസുഹാൻ, അസ്ബഹ് അലി ഷമീർ, അസ്ബഹ് അലി ഷമീർ ഉണ്ടോ? അസ്ബഹ് അലി ഷമീർ. അവിടുത്തെ ആരെങ്കിലും ഏറ്റുവാങ്ങാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉസ്താദല്ലല്ലോ, വേറെ ആരാ? തെച്ചക്കോട് നിന്ന് ഏതെങ്കിലും രക്ഷകർത്താക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് കുട്ടിയുടെ അത് കൃത്യമായിട്ട് അത് ഏൽപ്പിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. നെല്ലുമുരുത്ത് മഹദീൻ മദ്രസയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ PMJ സെൻട്രൽ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉമേഷ് സാഹിബ് അവരെ ആദരവോടെ ക്ഷണിച്ചു. UKG അമൻ, അമൻ. മറിയം, മറിയം, മറിയം. അറിയാൻ വന്നില്ല. ഞാൻ ഹയ, ഹയ. ഇതൊക്കെ പിടിച്ചോ മോനെ, ഇങ്ങനെ പിടിച്ചോ. അമാന ഫാത്തിമ, അമാന ഫാത്തിമ. ആ മറിയത്തിന്റെ അമാന ഫാത്തിമ, അമാന അല്ല അഫാന ഫാത്തിമ. അമാന ഫാത്തിമ. ഫൈഹ ഫാത്തിമ, ഫൈഹ ഫാത്തിമ. രണ്ടാം ക്ലാസ് സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ മദ്രസയുടെ സീനിയർ അഫാന അഫാന ഫാത്തിമ, അഫാന അഫാന UKG. പേര് മാറിപ്പോയിക്കൊണ്ടിരിക്കുക അവിടെ. അഫാന ഫാത്തിമ ആണോ? ആ ബാബ. അമാന അല്ല അഫാന അല്ലേ? അമാനാണ് ഇട്ട് വന്നത്. ആ അഫാന ഫാത്തിമ. രണ്ടാം ക്ലാസ് ഫിദ ഫാത്തിമ, നിദ ഫാത്തിമ. ഹയ വന്നായിരുന്നോ? ഹയ വന്നായിരുന്നോ? നിദ ഫാത്തിമ. ഒന്നുകൂടെ ശ്രദ്ധിച്ച ഈ നെല്ലിമുരുക്ക് മദ്രസയിലെ ഹയ ഉണ്ടായിരുന്നു. ഹയ, ഹയയുടെ സമ്മാനം കിട്ടിയോ?
വാങ്ങിച്ചിട്ടില്ലാരും ഇൻഷാ അല്ലാഹ് അതിന്റെ സമ്മാന പുസ്തകം ഏറ്റുവാങ്ങിക്കും. ഹയ ഹയാടെ ഹയ പിന്നെ ഓരോ അള്ളാഹു അപ്പൊ നെല്ലുപരിപ്പിന്റെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കരിമ്പാലൂർ മദ്രസയുടെ ഒരു വിദ്യാർത്ഥിയുണ്ട്, ആഷിഖ്. അവിടുത്തെ ഉസ്താദ് വന്ന് ഇൻഷാ അല്ലാഹ് അതിനെ ഏറ്റുവാങ്ങുക. കൊച്ചേക്ക് എന്ത് പറ്റാ, നിന്നെ അല്ലേ വിളിച്ചത്? കയറിപ്പോ. ഹയാക്ക് കിട്ടിയില്ലായിരുന്നു, ആണ്ട് ഇരിക്കുന്നു. കയറി കൊച്ചേ, കിട്ടിയോ? കിട്ടിയോ? അന്നുണ്ടായിരിക്കും അവിടെ. വിജയികൾക്ക് എല്ലാവിധമായ അഭിനന്ദനങ്ങളും അല്ലാഹു പരിപൂർണമായും കബൂലാക്കുമാറാകട്ടെ. ഇനി നമുക്കുള്ളത് ചാച്ചിപ്പുള്ള മദ്രസയാണ്. അതിന്റെ വിഷയത്തിന്റെ ഒരു പരിഹാരം കൂടി കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് അവർക്കുള്ള സമ്മാനം ഉസ്താദ് വഴി അവിടെ എത്തിച്ചു കൊടുക്കുന്നതാണ്. बोलो तकबीर, बोलो तकबीर. बोलो तकबीर, बोलो तकबीर, बोलो तकबीर. നമ്മുടെ ചീഫ് ഇമാം അൽ ഉസ്താദ് നിയാസ് ചൗധരി ഈ യോഗത്തിന് അവാർഡുദാനം നൽകിയ ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റ് നേരെ ബഹുമാനിക്കുന്ന സാർ, അതുപോലെ ഈ യോഗത്തിന്റെ അവാർഡ് കൊടുത്ത PMJ സർവീസ് സ്കൂളിന്റെ നട്ടലും കരുത്തനുമായ PTA പ്രസിഡന്റ് ഗുണേഷ് PMP സാഹേബ്, ഈ യോഗത്തിന് ആശംസകൾ അറിയിപ്പിച്ച ജമാഅത്തിന്റെ അസിസ്റ്റന്റ് അൽ ഉസ്താദ്, ബാക്കി വന്നിട്ടുള്ള ഇവിടെ ആശംസകൾ അറിയിപ്പിച്ച ഷിറാഫി പുലിക്കര, ഉല്ലാസ്, ബാക്കി വന്നു ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും എല്ലാ ഉത്തമന്മാർക്കും എന്റെ പേരിലും പുതല മുസ്ലിം ജമാഅത്തിന്റെ പേരിലും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.